أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. الحمد لله الذي معز من أطاع ومذل من أصاء. الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين. أما بعد. بارك الله لنا في القرآن الكريم وعفى الله عنا وعن والدينا والسامعين. الله سبحانه وتعالى ഈ ഒരു ഒത്തുചേരൽ സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി അല്പസമയം ഇരിക്കുക എന്ന് പറയുന്നത് ഈ ആയുസ്സിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മളെന്തൊക്കെ വെട്ടിപ്പിടിക്കുന്നതിനേക്കാളും എത്ര സമയവും അധ്വാനവും ചിലവിട്ട് നമ്മൾ ദുനിയാവിലെ എന്ത് വലിയ ഭാഗ്യം നമ്മൾ ആഗ്രഹിക്കാനും എന്തൊക്കെ ദുനിയാവിൽ നമ്മൾ വെട്ടിപ്പിടിക്കാൻ നിന്നാലും എന്താവില്ല, ഇതിനോളത്തൂല. വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹു പറഞ്ഞു, എന്തൊക്കെ നേടിയെടുക്കുന്നതിനേക്കാളും ഖൈറാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്പസമയം ചെലവഴിക്കുക എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഭൂമിയിലേക്ക് അള്ളാഹു ചില പ്രത്യേകം മലക്കുകളെ പറഞ്ഞേക്കും. മലായിക്കത്തൻ ഫുളല. റസൂലുള്ളാഹി പറഞ്ഞു സയ്യാറത്തുൻ, അവർ സഞ്ചരിച്ച് നടക്കുന്നവരാണ്. ഭൂമിയിലെ എല്ലാ സദസ്സുകളെയും തേടി സഞ്ചരിച്ച് നടക്കുന്ന ചില മലക്കുകൾ. റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ ഒരു വാക്കും കൂടി ചേർത്തു, ഫുളല. അവർക്ക് അള്ളാഹു പ്രത്യേകം ചില ഫളീലത്തുകൾ നൽകി, ശ്രേഷ്ഠതകൾ നൽകി. നബി ഇങ്ങനെ വിശദീകരിക്കാൻ, അവർ എല്ലാ സദസ്സുകളിലേക്കും പോകും. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന സദസ്സുകളിലേക്ക് ആ മലക്കുകൾ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ റബ്ബിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന രംഗമുണ്ട്. നബി തങ്ങൾ പറയാണ്, അവർ അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകും. അള്ളാഹുവിന് അവരുടെ അവസ്ഥകൾ അറിയാം, ഈ സദസ്സിലിരിക്കുന്ന ആളുകളുടെ അവസ്ഥ അറിയാം, ഈ മലായിക്കത്തുകളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. വഹു അഅലമു ബിഹിം. അള്ളാഹു അവരെ പറ്റി നന്നായി അറിയുന്നവനായിരിക്കത്തന്നെ റബ്ബ് അവരോട് ചോദിക്കും, നിങ്ങളെവിടേക്കാ പോയത്? അവർ പറയും, ഞങ്ങൾ ഇന്ന സദസ്സുകൾ തേടി ഇറങ്ങിയതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഹലക്കകൾ തേടി ഇറങ്ങിയതാണെന്ന് പറയും. അപ്പോൾ അവരെന്താണ് അവിടെ പറയുന്നത്? അവർ അവിടെ യുക്കബ്ബിറൂനക് വയഹ്മദൂനക് വയുസബ്ബിഹൂനക് വയസ്അലൂനക്. അള്ളാഹു നിന്നെ അവർ വാഴ്ത്തുന്നു, നിന്നെ അവർ പുകഴ്ത്തുന്നു, നിനക്ക് അവർ തസ്ബീഹുകളും തഹ്മീദുകളും അർപ്പിക്കുന്നു, അവർ നിന്നോട് പലതും ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മാദാ യസ്അലൂനി വഹുവ അഅലമു ബിഹിം. അള്ളാഹുവിന് നമ്മളെ അറിയാം, നമ്മളെന്താ ചോദിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല. മലക്കുകൾ അവിടെ പോയത് അള്ളാഹുക്ക് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ആ കാര്യത്തിൻ്റെ ശ്രേഷ്ഠതയെ ഫളീലത്തിന് വിശദീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകളോട് അള്ളാഹു പറയും, മാദാ യസ്അലൂനി, അവരെന്നോട് എന്താ ചോദിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മലക്കുകൾ പറയും, ജന്നതക്, അവർ ചോദിക്കുന്നത് നിൻ്റെ സ്വർഗ്ഗമാണ്. അങ്ങനെ ഖുർആനിലെ ഒരായത്ത് കേൾക്കുമ്പോൾ നമ്മൾ പറയില്ലേ, അള്ളാഹു സ്വർഗ്ഗം തരണേ എന്നുള്ളത്, നിൻ്റെ സ്വർഗ്ഗമാണ്. അപ്പോൾ മലക്കുകളോട് അള്ളാഹു പറയുന്ന മറുപടിയാണ്, വഹു അഅലമു ബിഹിം. അള്ളാഹു അസ്സ വജൽ അള്ളാഹ് പറയും, വഹു അഅലമു ബിഹിം, നമ്മളെ പറ്റി നന്നായിട്ട് അറിയുന്ന റബ്ബ് തന്നെ പറയാണ്. അറിഞ്ഞിരിക്കത്തന്നെ റബ്ബ് ചോദിക്കുകയാണ്, ഹൽ റഔ ജന്നത്തി, അവരെൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ലാ യാ റബ്ബെ, അവർ സ്വർഗം കണ്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, എങ്കിൽ അവർ കൈഫ റഔഹ, അവർ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കാണാതെ തന്നെ സ്വർഗത്തിനെ കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഒരു സദസ്സിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ സ്വർഗം കണ്ടിരുന്നെങ്കിൽ അവരെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മലക്കുകൾ വീണ്ടും പറയും, റബ്ബേ, അവർ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, യസ്തജീറൂനക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവരെന്തിൽ നിന്നാണ്? മിമ്മ യസ്തജീറൂനനി, അവരെന്തിൽ നിന്നാണ് എന്നോട് കാവലിനെ തേടുന്നത്? നമ്മളല്ല, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ,
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മലക്കുകൾ പറയും, റബ്ബേ അവർ നിൻ്റെ നരകത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് കാവലിനെ തേടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ ചോദിക്കത്രേ, വഹു അഅലമു ബിഹിം. അതിൻ്റെ ഓരോ വരിയിൽ ഈ വരിയുണ്ട്, അഹു അഅലമു ബിഹിം. അള്ളാഹ്ക്ക് നന്നാക്കാൻ അറിയാം, എല്ലാം അറിയുന്നവനാണ് റബ്ബ്. പക്ഷെ അറിഞ്ഞിട്ട് തന്നെ റബ്ബ് ചോദിക്കുകയാണ്, അവർ നരകം കണ്ടിട്ടുണ്ടോ? ഹൽ റഅു നാർ, അവർ നരകം കണ്ടിട്ടുണ്ടോ? ലാ യാ റബ്ബ്, അവർ നരകം കണ്ടിട്ടില്ല. കാണാതെ തന്നെ എങ്ങനെ നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നവരാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മലക്കുകളോട് അള്ളാഹു പറയുമത്രേ, ആ നരകത്തെ അവർ കണ്ടിരുന്നെങ്കിലോ, മാദാ ലൗ റഔഹ, അവർ ആ നരകത്തെ കണ്ടിരുന്നെങ്കിലോ എന്താവുമായിരുന്ന അവസ്ഥ? അപ്പോൾ മലക്കുകളോട് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന സുദീർഘമായ ഹദീസിൻ്റെ ചുരുക്കതാണ്, അള്ളാഹു പരിഗണിക്കുന്ന ആളാണ് ഒരു നേരം അല്പസമയം ഖുർആനിനു വേണ്ടിയും ഹദീസുകൾക്കും വേണ്ടിയും ചിലവഴിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ. കാരണം നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അരികിൽ എന്ത് ചെയ്യുന്നു? പറയപ്പെടുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഇത്തരം സദസ്സുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളിന്ന് പാരായണം ചെയ്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്താണ്. 32-ാമത്തെ ആയത്തിൽ നമുക്കറിയതിന് മുന്നേ അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ്. ഖന്തക്ക് യുദ്ധം കഴിഞ്ഞു. നബിക്ക് ഖന്തക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഖന്തക്കിൽ അവർ പിന്തിരിഞ്ഞു, ഒരു യുദ്ധം അവിടെ നടന്നിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? അവരെ അള്ളാഹുവിൻ്റെ അതിശക്തമായ റബ്ബിൻ്റെ ചില നടപടികൾ, പേമാരി വന്നു, മലക്കുകൾ ഇറങ്ങിയില്ലേ, പലപ്പോഴും ഇവരെന്ത് ചെയ്തു? തിരിച്ചോടി, അവരവരുടെ പാളയങ്ങളിലേക്ക് തിരിച്ചോടി. അങ്ങനെ ബനൂ ഖുറൈള ഗോത്രത്തിൻ്റെ മദീനയിലുണ്ടായിരുന്ന കോട്ടകളെ, കഅബ് ഇബ്നു അസദിൻ്റെ കോട്ടയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തകർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കഅബ് ഇബ്നു അസദിൻ്റെ കോട്ട തകർക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഭൂമിയും അവിടെ ഉണ്ടായിരുന്ന പല ഭൗതികമായ സമ്പത്തും ഇസ്ലാമിൻ്റെ കാൽ കീഴിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ലഭിച്ചു എന്നാണ്. അങ്ങനെ അത് ലഭിച്ചപ്പോൾ, സമ്പത്ത് കുറച്ച് കൂടിയപ്പോൾ, സ്റ്റാറ്റസ് മാറാൻ വേണ്ടി, അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില മാറ്റങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്തു? നബി പത്നിമാർ, നമ്മുടെ ഉമ്മമാർ, ജുവൈരിയ റളിയല്ലാഹു അൻഹയെ പോലെ, ആയിഷ ബീവിയെ പോലെ, ഹഫ്സ റളിയല്ലാഹു അൻഹയെ പോലെ, സൈനബ് റളിയല്ലാഹു അൻഹയെ പോലെ ഒക്കെയുള്ള 9ഓളം വരുന്ന നബിയുടെ പത്നിമാരെന്ത് ചെയ്തു? നബിയുടെ അരികിൽ വന്നു. നബിയെ, നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് ദുനിയാവിനെയും ആസ്വദിച്ച് ജീവിക്കാമെന്നുള്ള തരത്തിൽ സംസാരിച്ചപ്പോൾ അള്ളാഹു ഇറക്കിയ ആയത്താൻ. അള്ളാഹു അവർക്ക് ആയത്തിറക്കി, ദുനിയാവ് വേണോ റസൂല് വേണോ, അല്ലെ ആഖിറം വേണോ, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ പറഞ്ഞു, നബിയെ, എനിക്ക് അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും ആഖിറത്തും മതി എന്ന് പറഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പത്നിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്തു? ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. അതുകൊണ്ട് ആയത്തിനൊരു പേരും പറഞ്ഞു, ആയത്തു തസ്ഖീർ, ഖൈറിനെ തിരഞ്ഞെടുക്കാനുള്ള ആയത്തായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും, നബി പത്നിമാരെ, നിങ്ങളിൽ ആരെങ്കിലും വല്ല തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലേ, മുബയ്യനത്തായ വ്യക്തമായ വല്ല ഫാഹിഷത്തുകളും ചെയ്തു കഴിഞ്ഞാൽ എന്താകും? യുളാഅഫു ലഹൽ അദാബ്. നബിയുടെ ഭാര്യ നോക്കൂല, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണോ നോക്കൂല, യുളാഅഫു ലഹൽ അദാബ്, അവർക്ക് എന്താണ്? ശിക്ഷ ഇരട്ടിയാൻ. ളിഅഫൈൻ, അള്ളാഹു പറഞ്ഞു ലമറത്തൈൻ. എന്നിട്ട് വകാന ദാലിക അലല്ലാഹി യസീറ. ശിക്ഷിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് വലിയ പ്രയാസമൊന്നുമല്ല. എത്ര വലിയ ഉന്നതനായാലും, എത്ര വലിയ സമ്പന്നനായാലും, എത്ര വലിയ മുത്തഖിയായാലും ജീവിതത്തിൽ വരുന്ന തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്ന റബ്ബിനെന്തല്ല പ്രയാസമല്ല. അപ്പോൾ അതിനെ തുടർത്തി ആശ്വാസത്തിൻ്റെ ഒരു വാക്കും കൂടി റബ്ബോടെ പറഞ്ഞു. മറ്റേ ശിക്ഷനെ പറ്റിയാണ് സൂചിപ്പിച്ചത്. എപ്പോഴും സ്വർഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി പറയുമ്പോൾ അള്ളാഹു സ്വർഗത്തെപ്പറ്റി പറയാതെ പോകാറില്ല. ഖുർആൻ്റെ പ്രത്യേകത അതാണ്. ഇവിടെ ശിക്ഷയെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു, അതേപോലെ തന്നെ പ്രതിഫലത്തെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞു, വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സ്വാലിഹ നുതിഹാ അജ്റഹാ മറത്തൈൻ. സ്വാലിഹായ അമൽ ചെയ്താൽ, അള്ളാഹുൽ വിശ്വസിച്ച്, റസൂലിനെ അനുസരിച്ച്, അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ച്, അല്ലേ, വമൻ യഖ്നുത് എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങ, താഴ്മയോടെ, അല്ലെ, ഖാനിത്തീൻ വകാനത്ത് മിനൽ ഖാനിത്തീൻ. മറിയം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആസിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞു, അവരൊക്കെ ഖാനിത്തീങ്ങളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? നമ്മൾ കുനൂത്ത് എന്നറിയില്ല, എന്താ കുനൂത്ത്? വിത്തറുള്ള കുനൂത്ത്, അല്ലേ, നാസിലിൻ്റെ കുനൂത്ത്. എന്താ കുനൂത്ത് എന്ന് പറഞ്ഞാൽ താഴ്മയോടെ റബ്ബിനോട് ചോദിക്കുകയാണ്, ദുആ ചെയ്യാൻ. അതാണ് കുനൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. താഴ്മ, അങ്ങേയറ്റത്തെ മനസ്സിലെ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കൊണ്ടുവന്ന് റബ്ബേ എന്ന് ചോദിക്കുന്ന പ്രാർത്ഥന. ഇവിടെ ഒമൻ യഖ്നുത് എന്ന വാക്കതാണ്. ആരാണോ താഴ്മയോടുകൂടി നിങ്ങളിൽ മിൻകുന്ന, അഥവാ നിസാഉൽ മുഅ്മിനാത്ത്, നിസാഉൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ആരെങ്കിലും ഒരാൾ, നിങ്ങളിൽ ഒരാൾ താഴ്മയോടെ ജീവിക്കാൻ, ലില്ലാഹ്, അള്ളാഹുവിനും
വറസൂലിഹി അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുകയാണ്. വതഅമൽ സ്വാലിഹൻ അവർ സൽക്കർമ്മവും ചെയ്യുകയാണെങ്കിൽ നുഅ്തിഹ അജ്റഹ മർറത്തൈൻ അവർക്ക് 2 തവണ നാം എന്ത് ചെയ്യും? കൂലിയെടുക്കും. ഇരട്ടിക്കൂലിയാണ് എന്നർത്ഥം. മാത്രമല്ല വഅഅതദ്നാ ലഹാ റിസ്ഖൻ കരീമ നല്ല മാന്യമായ ഉപജീവനം നാം അവർക്ക് നൽകുകയും ചെയ്യുമെന്നാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച സംഭവമാണ്. എന്തിനാ ഇതിവിടെ തുടർത്തി വീണ്ടും ആവർത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തുടർത്തിക്കൊണ്ടാണ് അടുത്ത ആയത്തുകളും കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോടുള്ള വസിയത്തുകളാണ്, അള്ളാഹുവിൻ്റെ ചില നസീഹത്തുകളാണ്. റബ്ബ് പറയുന്നു യാ നിസാ അന്നബി, യാ നിസാ അന്നബി, നബിയുടെ സ്ത്രീകളെ, നബിയുടെ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ നബിയുടെ പത്നിമാരെ എന്ന് അള്ളാഹു വിളിക്കാൻ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈന, ലസ്തുന്ന നിങ്ങളല്ല. ലൈസ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അല്ല എന്നാൻ. ലൈസ ലൈസ ലൈസു എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലസ്ത നീയല്ല, ലസ്തി നീയല്ല. ഒരു പെണ്ണിനോട് പറയാം ലസ്തുന്ന നിങ്ങൾ സ്ത്രീകൾ അല്ല. എന്തല്ല കഅഹദിൻ മിനൻ നിസാ മറ്റു സ്ത്രീകളെ പോലെ അല്ല, മറ്റൊരു സ്ത്രീനെ പോലെയല്ല നിങ്ങൾ എന്ന് ആരോട് പറഞ്ഞു? നബിയുടെ പത്നിമാരോട് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനവും ആദരവും അള്ളാഹു നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രത്യേക പരിഗണന അള്ളാഹു നൽകി. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ വിശിഷ്ടരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി റളിയല്ലാഹു അൻഹുന്ന, അള്ളാഹു അവർക്ക് റിള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇത്തഖൈതുന്ന നിങ്ങൾ തഖ്വ പാലിക്കുകയാണെങ്കിൽ, എന്താ ഇത്തഖ യത്തഖി തഖ്വ ഇത്തഖയ ഇത്തഖു അതാണ്. അതങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇത്തഖൈതുന്ന നിങ്ങൾ സ്ത്രീകൾ തഖ്വ പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആരെപ്പോലല്ല, ഒരിക്കലും മറ്റു സ്ത്രീയെപ്പോലല്ല, സാധാ മറ്റു സ്ത്രീ ജനങ്ങളെപ്പോലെ ഒരു സാധാ മുഅ്മിനത്തിനെ പോലല്ല നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 ഇരട്ടി കൂലിയും തിന്മ ചെയ്താൽ 2 ഇരട്ടി ശിക്ഷയും നൽകപ്പെടാൻ പോകും. കാരണം നിങ്ങളുടെ സ്ഥാനവും മഹത്വവും അത്രമേൽ മഹത്തരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ. അതുകൊണ്ട് ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, ഇനിയൊരു ഉപദേശം കൊടുക്കാൻ. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, വാക്കിലെന്ത് ചെയ്യാൻ പാടില്ല, വല്ലാതെ മൃദുലത കൊണ്ടുവരേണ്ടതില്ല. ഖാദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്ക് കീഴൊതുങ്ങാന്നാണ്. ഖുദൂ എന്നറിയില്ല, അഖ്സാ ഗായത്തിൽ ഖുദൂ വത്തദല്ലുൽ. നമ്മുടെ ദുആയിൽ ഉണ്ടാവേണ്ട ചില നിബന്ധനകൾ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എന്താണ് അപേക്ഷയുമാണെന്ത് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അവിടെ ഖുദൂ എന്ന വാക്ക് വരും. അവിടെ ഖളഅ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്ക് കീഴൊതുങ്ങുക, മറിച്ചിടുക, തോൽപ്പിക്കുക എന്നൊക്കെയാണ്. ലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യരുത്, വല്ലാതെ കീഴൊതുങ്ങി പോകരുത്. അതായത് ആൾക്കാരോട് ഇങ്ങനെ എന്ത് ചെയ്യരുത്, സല്ലപിക്കരുത്, കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയരുത് എന്നാണ് ശരിക്കും അതിൻ്റെ മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ. കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. ആരോട്? സ്ത്രീകളോട്. സ്ത്രീ അത് പ്രത്യേകിച്ച് ആരോട്? നബിയുടെ പത്നിമാർക്ക് അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഒരിക്കലും നിങ്ങൾ വാക്കുകളിൽ എന്ത് ചെയ്തു, മൃദുലത കൊണ്ടുവരരുത്. ഒരു മൃദുല സമീപനം സംസാരത്തിൽ കൊണ്ടുവരണ്ട. കുറച്ച് സ്റ്റേണായിട്ട് തൻ്റെ ഇടത്തോടെ നല്ല എന്ത് ചെയ്യുക, ധൈര്യത്തിൽ വർത്തമാനം പറയാനാണ്. നേരെ മറിച്ച് മൃദുല സ്വഭാവം സ്വീകരിച്ചാലുള്ള കുഴപ്പമെന്താ? അള്ളാഹ് പറഞ്ഞു ഫയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ അസുഖം തോന്നുന്നവന് താല്പര്യം തോന്നും. എന്താ താല്പര്യം? തമ എന്ന് പറഞ്ഞാൽ മോഹം, പൂതി. അവിടെ ഫിത്നക്ക് വാതിൽ തുറക്കുമെന്നാണ്. പൊതുവെ സ്ത്രീകളിലുണ്ടാകുന്ന നൈസർഗികമായ സ്വഭാവമാണ് കൊഞ്ചാനും ശല്ലപിക്കാനൊക്കെ ഉള്ള ഒരു സ്ത്രൈണത. അത് അള്ളാഹ് കൊടുത്ത നിഅമത്താൻ, അള്ളാഹ് കുറ്റം പറയല്ല. സംസാരിക്കുമ്പോൾ ഒരു പദയും ഒരു മൃദുലതയും കൊണ്ടുവരുമ്പോൾ അവരോട് സംസാരിക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവളെന്ത് ചെയ്യും, ആകർഷിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പത്നിമാർക്ക് അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശം അതാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, വേറുള്ള പുരുഷന്മാരോട് നിങ്ങൾ സംസാരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, മൃദുലത കൊണ്ടുവരണ്ട. കുറച്ച് നല്ല ഗൗരവത്തിൽ സംസാരിക്കണം എന്നാണ്. അല്ലെങ്കിൽ എന്താകും, മനസ്സിൽ അസുഖമുള്ളവന് അതെന്താവും, മോഹം തോന്നിക്കും. സ്വാഭാവികമാണ്. ഇന്ന് നമ്മളൊക്കെ അല്ലേ പലപ്പോഴും നമ്മുടെ മക്കളെ ഉപദേശിക്കണം. ഇത് നബിയുടെ പത്നിമാർക്ക് മാത്രം ബാധകമാകുന്ന ഉപദേശമാണല്ല. അവർ അത്രക്കും തഖ്വയിലും സൂക്ഷ്മതയിലും പടച്ചോനെ പേടിയുള്ളവരോട് അള്ളാഹ് അങ്ങനെ പറഞ്ഞു കൊടുക്കണത്. ഇവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരിക്കലും അത് ഉണ്ടാവില്ല. അപ്പോൾ ഏതുപോലെ ഇവിടെ മുമ്പുള്ള ആയത്ത് നമ്മൾ ഓതി, അവർ വല്ല ഫാഹിഷത്തും മുബയ്യനത്തായത് കൊണ്ടുവന്നാൽ 2 ഇരട്ടി ശിക്ഷ ഉണ്ടെന്നാണ്. അവരിൽ ആരെങ്കിലും മുബയ്യനത്തായ ഫാഹിഷത്ത് ചെയ്യുന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരിക്കലല്ല. നബി പത്നിമാർ ഒരിക്കലും അങ്ങനെ ഒരു തിന്മയിലേക്ക് പോകുന്നുള്ളത് അല്ലേ, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാനും പാടില്ല. പക്ഷേ അള്ളാഹു സൂചിപ്പിച്ച ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാൻ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ലഇൻ നബിയെ നീയാണ് ശിർക്ക് വെക്കുന്നതെങ്കിൽ നിൻ്റെ അമൽ മുഴുവൻ ബാത്തിലായി പോകും. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യുന്നല്ല ആ പറഞ്ഞതിൻ്റെ പൊരുൾ. നബി ശിർക്കിലേക്ക് സമരസപ്പെടുന്നോ, നബിയുടെ മനസ്സ് അടുക്കുന്നോ അല്ല അള്ളാഹ് പറഞ്ഞതിൻ്റെ പൊരുൾ. നേരെ മറിച്ച് ലോകർക്ക് മുഴുവൻ അതിൽ നിന്നൊരു പാഠം അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ. അതേപോലെ തന്നെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിളിച്ച് അള്ളാഹു പറയാണ്, നിങ്ങളെന്ത് ചെയ്ത് സംസാരത്തിലൊരു മൃദുലത കൊണ്ടുവരണ്ട. ആരോട്?
അന്യപുരുഷന്മാരോടാണ്. ഇവിടെ അന്യപുരുഷൻ എന്നുള്ള വാക്കില്ല, പക്ഷേ ഈ ആയത്ത് വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ മുഴുവൻ പറഞ്ഞു അൽ അജാനിബ്. അജാനിബുകളോട് എന്ത് ചെയ്യാൻ പാടില്ല? മൃദുലമായ സംസാരം കൊണ്ടുവരേണ്ട. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലെ അജാനിബുകളോട് സംസാരിക്കാൻ പാടില്ല. അന്യപുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് കൊഞ്ചാനും കുഴയാനും നല്ല രീതിയിൽ താഴ്മയോടെയൊക്കെ വർത്തമാനം പറയാൻ സ്ത്രീകൾ കഴിയും. അതേ സംസാരം ആരോട് പാടില്ല? അന്യപുരുഷന്മാരോട് പാടില്ല എന്നാൻ. ഹൃദയത്തിൽ അസുഖമുള്ളവൻ എന്തായി? അത് ഫിത്നയിലേക്കുള്ളൊരു മാർഗത്തിന് കാരണമാകുന്നാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഞങ്ങൾ ആലോചിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ചുറ്റിലും ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഹൃദയം എന്ന് പറയുന്നത് എങ്ങനത്തെ ഹൃദയം? നമ്മളെക്കാളും നല്ല കറകളഞ്ഞത് സ്വഹാബത്താൻ റളിയല്ലാഹു അൻഹും. സ്വഹാബികളാൻ. അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ അസുഖം വരുമോ? അല്ലേ? ഉണ്ടെങ്കിൽ തന്നെ നമ്മളെക്കാളും കൂടുതൽ തെക്കവയോടുകൂടി അങ്ങനത്തെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരാൻ. പക്ഷേ അങ്ങനെയുള്ളവൻ്റെ ഹൃദയങ്ങളിൽ അസുഖം വരുമെന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മളെ പെൺകുട്ടിയൊക്കെ പറഞ്ഞു, കുറേ കുട്ടികളൊക്കെ കാണാം ബെസ്റ്റി മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് കോളേജുകളിലും അതല്ലെങ്കിൽ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ആൺകുട്ടികളേറ്റ് പെരുമാറുന്നത് പോലെയാണ് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത്? ആൺകുട്ടികളും പെരുമാറുന്നത് പോലെ ഒരുമിച്ചിരിക്കലും ഒരുമിച്ചുള്ള കളികളും ഒരുമിച്ചുള്ള സല്ലാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല വിലക്കിയ കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കലും തേമ സ്ത്രീകളുടേതായ കാര്യങ്ങളിൽ എന്ത് ചെയ്യട്ടെ? ആ രീതിയിൽ ജീവിച്ചു പോട്ടെ. ഈ എന്തിനാന്നുള്ള പറയുന്നത് ഒരിക്കലും അവരെ ഇട്ട് പൂട്ടാനാണോ കെട്ടിയിടാനാണോ? അല്ല. റബ്ബ് പറയുന്നു വഖുൽന ഖൗലൻ മഅറൂഫ. നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വാക്ക് പറയുക. മാന്യമായി സംസാരിക്കണ്ട എന്നുള്ള പറഞ്ഞിട്ടില്ല. അന്യപുരുഷന്മാരോട് സംസാരിക്കണ്ട എന്നുള്ള എന്ത് ചെയ്തിട്ടില്ല? നബി പത്നിമാരോട് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യണം? നല്ല വാക്ക് പറയുക, നല്ല വർത്തമാനം, മാന്യമായി സംസാരിക്കുമ്പോൾ ഒരിക്കലും മൃദുല സമീപനം കൊണ്ടുവരണ്ട. മൃദുലത വരുമ്പോൾ നമ്മൾ ഒരു മരം ചാഞ്ഞാൽ പിന്നെ ചാടിക്കയറാൻ ആളുകൾ എളുപ്പമാണ് എന്ന് പറയുന്നത് പോലെ ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ പുരുഷന്മാരുടെ വലയത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിൽ അസുഖമുള്ള ആളുകളുടെ ഫിത്നകളിലേക്ക് അവർ കടന്നു ചെല്ലാൻ കാരണമാണ്. അപ്പോൾ അവരുടെ സുരക്ഷിതത്വവും അവരുടെ സംരക്ഷണവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് മുഅ്മിനാത്തുകൾക്ക് മുഴുവൻ ബാധകമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സ്ത്രീകൾക്ക് ഇത് ബാധകമാണ്. ഇനി അള്ളാഹു കൊടുക്കുന്ന അറ്റ നിർദ്ദേശവും അതാണ് വഖർന. എന്താ വഖർന? നമ്മൾ ഇസ്തഖറ എന്നുള്ള വാക്കൊക്കെ നമ്മൾ എന്താണ് ഖുർആനിൽ ഉപയോഗിച്ച് വന്ന വാക്കാണ്, നിലനിർത്തുക എന്നൊക്കെയാണ്. ഇവിടെ എന്ത് ചെയ്യുക? വഖർന നിങ്ങൾ എന്താണ് അടങ്ങി ഒതുങ്ങി കഴിയുക സ്ത്രീകളെ എന്നാണ്. കരിയ കർണ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. നിങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യണം? അടങ്ങി ഒതുങ്ങി കഴിയണം. ശരിക്കും അടങ്ങി ഒതുങ്ങി കഴിയുക എന്നുള്ള വാക്കൊക്കെ പറയുമ്പോഴേക്കന്നെ ഇസ്ലാം ഭയങ്കര സ്ത്രീ വിരുദ്ധതയുടെ മതമാണെന്ന് പറയാൻ എന്തുണ്ട്? മറ്റേ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ. പക്ഷേ എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ ചില നിയമങ്ങൾ, അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അള്ളാഹു കൊടുക്കുന്ന വേറെയും കുറേ നിർദ്ദേശമുണ്ട്. ഇതൊരിക്കലും പുരുഷൻ്റെ മതമല്ല ഇസ്ലാം എന്ന് പറയുന്ന മതം ആരുടേതാണ്? ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹിൻ്റെ മതമാണ്. അള്ളാഹു എന്തുകൊണ്ടൊരു നിയമം വെക്കുന്നു? ആ നിയമത്തിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ വലിയ ഹിക്മത്തുണ്ട് എന്നാണ്, അല്ലേ? കാരണം ഒരു സമൂഹത്തിൽ സുസ്ഥിരതയും സുരക്ഷിതത്വവും സമാധാനവും സംരക്ഷണവും ഒക്കെ നിറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അല്ലാത്ത പക്ഷേ അവിടെ എന്നും അടങ്ങാറായിരിക്കും. എന്നാലോചിക്ക്, സ്ത്രീകളിങ്ങനെ എല്ലാ നിലക്കും പൊതുസമൂഹങ്ങളിലേക്ക് വല്ലാതെ കുഞ്ചിക്കുഴഞ്ഞും മറ്റുള്ള എല്ലാ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ കാറ്റിൽ പറത്തി ജീവിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കുടുംബം ഉണ്ടാവില്ല, നല്ല മഹല്ലുകൾ ഉണ്ടാവില്ല, നല്ല രാജ്യം ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യാണ്? സ്ത്രീ സമൂഹത്തിൻ്റെ നേതൃനിരയിലുള്ള പ്രവാചക പത്നിമാരോട് പറയാൻ വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുക. അപ്പോൾ ഇന്ന് ഒരു പുറത്തിറങ്ങണ്ടെന്നല്ല, അവർ കെട്ടിപ്പൂട്ടല്ലേ, നേരെ ബാക്കിയുണ്ട്. വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ, നിങ്ങൾ ജാഹിലിയൻ കാലഘട്ടത്തിലെ അലങ്കാരങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി ഭയങ്കര അലങ്കാരത്തിലായിരുന്നു എന്ത് ചെയ്യുന്നത്? ജാഹിലിയൻ കാലഘട്ടത്തിലെ ചില സ്ത്രീകൾ ഇറങ്ങി നടന്നിരുന്നത്. അതേപോലെ നിങ്ങൾ ഇറങ്ങി നടക്കണ്ട, അല്ലേ? ചില വസ്ത്രങ്ങൾ എടുത്താൽ ഉടുക്കാത്തവളായി, ചില വസ്ത്രങ്ങൾ ഉടുത്തുണ്ടാവും, പക്ഷേ പല മേനി മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? മറച്ചിട്ടുണ്ടാവില്ല, ഔറത്ത് മുഴുവൻ മറച്ചിട്ടുണ്ടാവില്ല. മാത്രവുമല്ല ചിലപ്പോൾ ഉടുത്തിട്ടുണ്ടാവും, പക്ഷേ വളരെ നേർച്ച വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പ്രകടമാകുന്ന രൂപത്തിൽ ആളുകളെ വശീകരിക്കുന്ന തൻ്റെ സൗന്ദര്യ പ്രകടനം കാഴ്ചവെച്ചിരുന്ന സ്ത്രീകളെപ്പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആവരുത്. അള്ളാഹു എങ്ങനെ വേഷവിധാനങ്ങളെ സ്വീകരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യാണ്? നമ്മുടെ മാതാക്കളിലൂടെ ലോകത്തെ സ്ത്രീകൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തരാൻ, നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്താൻ. വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ. തബറുജ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യ പ്രകടനം. ജാഹിലിയത്തിലെ സൗന്ദര്യ പ്രകടനം നിങ്ങൾക്ക് വേണ്ട, അല്ലെ? അൽ ഊല എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ
അജ്ഞാത കാലം, ജാഹിലിയൻ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീന് വരുന്നതിന് മുമ്പുള്ള അജ്ഞാതമായ അന്ധകാരം, ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ ചെയ്തിരുന്ന പോലത്തെ സൗന്ദര്യ പ്രകടനങ്ങൾക്ക് വേണ്ട, അങ്ങനെ വേണ്ട. നല്ല രൂപത്തിൽ മാന്യമായ വസ്ത്രം, അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹു പരിചയപ്പെടുത്തിയ വസ്ത്രം ധരിച്ചെന്ത് ചെയ്യുക, ഇറങ്ങുക എന്നാൻ. നേരെ മറിച്ച് ഏറ്റവും നല്ലത് വീടിൻ്റെ അകത്തളങ്ങളാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറയാൻ കാരണം അല്ലേ, വലിയ ഫിത്നകളിലേക്ക് ചെന്ന് ചാടാതെ വീടിൻ്റെ അകങ്ങളിൽ കഴിയാനാണ് സ്ത്രീ സമൂഹത്തോട് പറഞ്ഞത്. പലപ്പോഴും ചില മറ്റു മതങ്ങളൊക്കെ നോക്കിയാൽ കാണാം, അന്തർജനങ്ങൾ, സ്ത്രീയിലെ വീടിൻ്റെ അകത്ത് കഴിഞ്ഞിരുന്ന അന്തർജനങ്ങൾക്ക് വല്ലാത്ത മഹിമയും പോരിശയും എല്ലാ മതങ്ങളും കൊടുക്കുന്നത് കാണാം. ഇവിടെ ഇസ്ലാം പറഞ്ഞത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും അവിടെ ഇട്ട് പൂട്ടാനല്ല, നേരെ മറിച്ച് അല്ലേ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ, പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തടയരുത്. പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീകളെ നിങ്ങൾ തടയരുത്. പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് അവർക്ക് ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന സഹാബ വനിതകളെ സംബന്ധിച്ച് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം, ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു. അവർ മടങ്ങിപ്പോകുമ്പോൾ ഈ ഗലസ് കാരണം അഥവാ ഇരുട്ടിൻ്റെ മറ കാരണം ആരായിരുന്നു പങ്കെടുത്തുന്നത് പോലും തെളിഞ്ഞിരുന്നില്ല. അതിനർത്ഥം നബിയുടെ ജമാഅത്തിൽ അവരുണ്ടായിരുന്നുവെന്നാണ്. മാത്രമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫിത്ന എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾ ഉള്ള കാലഘട്ടമാണോ അവൾക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമസ്കരിക്കുന്നതും വീടിൻ്റെ അകങ്ങളിൽ കഴിയുന്നതുമാണ് ഏറ്റവും അഫ്ദൽ എന്നാണ്. പക്ഷേ ഇന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി, എല്ലാ അങ്ങാടിക്കും എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങും, പക്ഷേ പള്ളിയിലേക്ക് ഇറങ്ങുന്നത് ഫിത്ന എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് വലിയ ഫിത്നകളാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സുരക്ഷിതത്വത്തിനും തൻ്റെ സംരക്ഷണത്തിനും എതിരാകുന്ന തരത്തിൽ വല്ല ഫിത്നയോ വല്ല കുഴപ്പങ്ങളോ കടന്നു വരികയാണെങ്കിൽ അവൾക്ക് ഏറ്റവും ഉത്തമം എന്താണ്? അവളുടെ വീടകങ്ങളാണ്. അതാണ് വഖർന ഫി ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ ഒതുങ്ങിക്കഴിയുക. ഈ ആയത്തിറങ്ങിയ സമയത്ത് ചില സഹാബ വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. നബിയുടെ അരികിൽ ചില സഹാബ വനിതകൾ വന്നു. കാരണം ഇത് ആയത്തിറങ്ങിയത് പ്രവാചക പത്നിമാർക്കാണെങ്കിലും എല്ലാവരും ബാധിക്കുന്നതാണ്. അവർ വന്ന് നബിനോട് പറയും, നബിയെ, ആണുങ്ങൾ മുഴുവൻ കൂലിയും കൊണ്ടുപോയി, അള്ളാഹുവിൻ്റെ റസൂലെ പുരുഷന്മാർ മുഴുവൻ പ്രതിഫലവും കൊണ്ടുപോയി, അവർക്ക് ജിഹാദ്, അവർ നമസ്കാരങ്ങളുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പൊതുസമൂഹങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അവർ കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നുമില്ലല്ലോ നബിയെ എന്ന് പറഞ്ഞു. ഞാൻ വലിയ സുദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ, മുഅ്മിനത്തായ ഒരു സ്ത്രീ, അവളുടെ വീടകങ്ങളിൽ കഴിഞ്ഞാൽ മറ്റുള്ളവർ വളരെ അധ്വാനിച്ചും പണിപ്പെട്ടും ചെയ്യുന്ന അമൽ വളരെ ലാഘവത്തിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് അവളുടെ വീടിൻ്റെ അകത്ത് നിന്ന് എന്താണ് അവൾക്ക് ലഭ്യമാണെന്നാൽ, അവൾ അവിടെ പങ്കെടുത്തില്ലെങ്കിലും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയില്ലെങ്കിലും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങിയില്ലെങ്കിലും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പോയിട്ടില്ലെങ്കിലും അവർക്ക് അവരുടെ വീടകങ്ങളിൽ ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതുപോലെ തന്നെ പ്രതിഫലം അവൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അവൾക്ക് ഉത്തമമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്, പോവണ്ടെന്ന് എന്ത് ചെയ്യേണ്ടതിൽ ഹറാമാണ്. ഒരു സ്ത്രീക്ക് പള്ളി ഹറാമാണെന്നൊന്നും ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നബിയുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമല്ല. പക്ഷെ നേരെ മറിച്ച് നബിയുടെ ഹദീസുകളിൽ നിന്ന് ഒരു സ്ത്രീക്ക് പള്ളിയിൽ പോകണമെങ്കിൽ പോകാം, അനുവദനീയമാണ്. എന്നാൽ അവൾക്ക് ഏറ്റവും ഉത്തമം എന്താണ്? അവരുടെ വീടിൻ്റെ അകത്തളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖർന ഫി, അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ ഇല്ലത്ത് എന്ന് പറയാനുള്ള കാരണം, അതിലുള്ളൊരു ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ പള്ളിയിൽ പോകരുത് എന്ന് റസൂല പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അള്ളാഹു ആയത്ത് പറയാനുള്ള കാരണം അവളുടെ സുരക്ഷിതത്വമാണ്. ഫിത്ന ഉണ്ടോ? വീടാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ വഖർന ഫി ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, ആദ്യത്തെ ജാഹിലിയൻ കാലഘട്ടത്തിലെ സൗന്ദര്യ പ്രകടനം പോലെ നിങ്ങളൊരിക്കലും സൗന്ദര്യ പ്രകടനം നടത്തുകയുമരുത്. നിങ്ങൾ വീടിൻ്റെ അകങ്ങളിൽ അടങ്ങിയൊതുങ്ങിക്കഴിയുക. റബ്ബ് പറഞ്ഞു വഅഖിംന സ്വലാ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക. എവിടെ? വീടിൻ്റെ ഉള്ളിൽ. വീടിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ഉത്തമം എന്താണ്? വീടിൻ്റെ അകമാണ്. വആതീന സക്കാ, നിങ്ങൾ സക്കാത്ത് നൽകുക. വഅതഅന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക. വഅതിഅന അല്ലാഹ വറസൂലഹു, അതാഅ യുതിഉ എന്ന ഫേലാണ്. നിങ്ങൾ സ്ത്രീകൾ അനുസരിക്കുക. ആരെ? അള്ളാഹുവിനെയും വറസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ. ഇവിടെ റസൂൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭർത്താവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. എന്നിട്ട് റബ്ബ് പറയാം, എന്തിനാ അള്ളാഹ് ഇങ്ങനെയൊക്കെ നിയമം പറഞ്ഞത്? നമ്മളെ അടങ്ങാറാക്കാനാ? സ്ത്രീകളാണ്ട് ഇറങ്ങും, ഇതൊക്കെയാണ് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഇറക്കണോ? പക്ഷേ സ്ത്രീ സമൂഹത്തിൽ ഒരിക്കലും എന്തല്ല, വീടിൻ്റെ ഉള്ളിൽ കെട്ടിയിടാനല്ല ഇസ്ലാം പറഞ്ഞത്. നേരെ മറിച്ച് അവർക്കല്ലേ ഭൗതികമായ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. ഫിത്നയും ഈ എല്ലത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. ഒരിക്കലും എന്തുണ്ടാകും, അതുകൊണ്ട് കുടുംബവും അതുകൊണ്ട് സമൂഹത്തിലും അതുകൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിലും എന്തുണ്ടാകാൻ പാടില്ല, കുഴപ്പങ്ങളുണ്ടാകാൻ പാടില്ല
അല്ലേ? അവരുടെ ദീനിയായ രീതിയിൽ ചിട്ടയിൽ അതേ വേഷവും ദീനിയായ വേഷവും ദീനിയായ സംസ്കാരവും ദീനിയായ രൂപത്തിലുള്ള പെരുമാറ്റവും കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് എന്തില്ല, കുഴപ്പമില്ല. അല്ലാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവളെ ബാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇന്നമാ യുരീദുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് മാത്രമാണ്, എന്തുമാത്രം, ലിയുദ്ഹിബ അൻകുമുർ റിജ്സ, നിങ്ങളിൽ നിന്ന് റിജ്സ് പോയി കളയാൻ, നിങ്ങളിൽ നിന്ന് മ്ലേച്ഛത, അതായത് ജീവിതത്തിൽ പ്രയാസങ്ങളും മ്ലേച്ഛതകളും ഇല്ലാതിരിക്കാനാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഈ അള്ളാഹിൻ്റെ കൽപ്പനകളെ ലാഘവത്തോടെ എടുത്തു ഞങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും, റിജ്സ്. എന്താ റിജ്സ്? അല്ലേ? റിജ്സ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ്റെ ഇതാണ്, ശൈത്താനാണ് റിജ്സ് നമ്മളെ, അതായത് മ്ലേച്ഛതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആരാൻ? പിശാചാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ചെയ്തു, ഒരു സ്ത്രീ അവിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിശാച് അവളിലേക്ക് എന്ത് ചെയ്യും, പല പ്രലോഭനങ്ങളിലൂടെ കടന്നു വരുമെന്നാണ്. അവളെ വെച്ചുകൊണ്ട് പിശാച് മറ്റുള്ളവരെ പല പ്രലോഭനങ്ങളിലേക്കും നയിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വരാൻ പാടില്ല, റിജ്സ്, മ്ലേച്ഛതകൾ, അനാവശ്യങ്ങൾ കടന്നു വരാതിരിക്കാൻ. മാത്രവുമല്ല അഹ്ലൽ ബൈത്ത്, നബിയുടെ കുടുംബത്തിൽ, അഹ്ലൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നബി കുടുംബം, പ്രവാചക കുടുംബത്തിന് ഒരു റിജ്സ്, ഒരു മ്ലേച്ഛതയും ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. കാരണം അതിൻ്റെ സ്ഥാനത്തിന് കോട്ടം തട്ടാൻ പാടില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയല്ലേ? റളിയല്ലാഹു അൻഹും സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി, എന്താ ആലിഹി, നബിയുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ അഹ്ലുൽ ബൈത്തിനൊരു കോട്ടം തട്ടാൻ പാടില്ല, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നബിയുടെ പത്നിമാരിൽ ആരിലും ഒരാൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോട്ടം തട്ടുന്നത് നബിയുടെ കുടുംബത്തിനാണ്, നബിയുടെ പേര് ചീത്തപ്പേരാവും. അതിനെന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. വയുതഹിറക്കും തത്ഹീറ, അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. തത്ഹീർ നമ്മളിങ്ങനെ വൃത്തിയുള്ളതാകുക, നമ്മളെ ശുദ്ധീകരിക്കുക, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും, എല്ലാ നജസുകളിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ കഴുകിക്കളയുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു. ഒരായത്തും കൂടി എടുത്ത് നമ്മളൊന്ന് പാരായണം ചെയ്തതാണ് പൂർത്തീകരിക്കാൻ, കാരണം ആ വിഷയം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നതിനെ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യുക, ഓർത്തുകൊണ്ടിരിക്കുക, സ്മരിച്ചുകൊണ്ടിരിക്കുക. എന്താ വീടിൻ്റെ ഉള്ളിൽ പാരായണം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞത്? ഖുർആനാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാനാണ്. വദ്കുർന, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളുടെ വീടുകളിൽ എന്ത് ചെയ്യുക, ഖുർആൻ ഓതിക്കൊണ്ട് ഓർത്തുകൊണ്ടിരിക്കുക. മിൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, വൽ ഹിക്മ, അള്ളാഹു നൽകുന്ന അറിവ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഖുർആനും വിശുദ്ധ ഖുർആനിൽ അടങ്ങിയ വിവരങ്ങളും ഏറ്റവും വലിയ ഹിക്മത്താൻ. ആ ഹിക്മത്തിന് വീടുകളിൽ എന്ത് ചെയ്യുക, ദിക്റും ദുആകളും പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമായി നിങ്ങളുടെ വീടകങ്ങളെ പ്രകാശപൂരിതമാക്കുക എന്നല്ലാഹു പറഞ്ഞു. ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം നമ്മളോട് അനുകമ്പയുള്ളവനും കാര്യങ്ങളെ കൃത്യമായി അറിയുന്നു. ലത്തീഫ് എന്ന് പറഞ്ഞാൽ ഗൂഢമായി അറിയുന്നത്, ഖബീറ എന്ന് പറഞ്ഞാൽ അഗാധജ്ഞാനി, അല്ലേ? അങ്ങേയറ്റം അഗാധജ്ഞാനിയും കാര്യങ്ങളെ അങ്ങേയറ്റം അറിയുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ലോകത്തെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുള്ള റബ്ബിൻ്റെ സംസാരമാണ്. ലോകത്തുള്ള മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചാണ് റബ്ബിൻ്റെ സംസാരം. ഇപ്പോൾ റബ്ബോടെ പറഞ്ഞു പോയത് പ്രവാചക സ്ത്രീകൾക്കുള്ള ഉപദേശങ്ങളാണ്, അത് ലോകത്തെ സ്ത്രീകൾക്ക് മുഴുവൻ ബാധകവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാക്കൾക്കും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇണകൾക്കും അള്ളാഹു ജീവിതത്തിൽ നല്ല അറിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യവും സന്ദർഭവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുന്ന തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഒരു നൂറാൻ, പ്രകാശമാണ്. അള്ളാഹു അതിൻ്റെ പ്രകാശം ഇഹപര ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അന്ധതകളിൽ നിന്നും, അജ്ഞതകളിൽ നിന്നും, അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കാനും വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായി നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓതുന്ന ഓരോ ഹർഫിനും അള്ളാഹുവെ നീ നല്ല പ്രതിഫലം നൽകണേ. അള്ളാഹുവെ നന്നായി ഓതാനും നന്നായി ഖുർആനിക ആയത്തുകളെ ഹിഫ്ള് ചെയ്യാനുമുള്ള ബുദ്ധിയും വിവേകവും കഴിവും അവസരങ്ങളും ക്ഷമയും റബ്ബെ നീ പ്രദാനം ചെയ്യണേ. അള്ളാഹു ഞങ്ങളുടെ പാരായണങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ തൗഫീക്ക് ചെയ്യണേ. അള്ളാഹു ഞങ്ങളുടെ ഈ ഒരു അമല് സ്വീകരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ തുടക്കം ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ, അതായത് മലക്കുകൾ ഇറങ്ങി വരുന്നു. അതിൻ്റെ അവസാനത്തെ വരി ഇങ്ങനെയാണ്. അവസാനത്തെ വരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മലക്കുകൾ ചോദിക്കും, മലക്കുകളോട് അള്ളാഹു പറയും, എന്താണോ അവർ ആ സദസ്സിൽ വെച്ച് എന്നോട് ചോദിക്കുന്നത് ഞാനത് അവർക്ക് കൊടുക്കും. എന്നോട് ചോദിക്കുന്ന മഗ്ഫിറത്തിന് ഞാൻ അവർക്ക് നൽകും. അവരെന്നോട് ചോദിച്ച സ്വർഗം ഞാൻ അവർക്ക് നൽകും. അള്ളാഹു വെറുതെ പറയൂല, അള്ളാഹു വെറുമ്പാക്ക് പറയൂല, അള്ളാഹു തമാശ പറയൂല. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.